ഹലോ പിപ്സ് വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ കാസർഗോഡ് എത്തിയേക്കാം. അപ്പോൾ കാസർഗോഡ് എത്തിയപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, പണ്ടത്തെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഷിഹാബ് ചോറ്റൂറിനായിട്ട് ഫോൺ കോൾ സംഭാഷണത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫോൺ കോൾ നമ്മുടെ കയ്യിൽ ലീക്ക് ആയിട്ട് കിട്ടില്ല. നമുക്ക് ആ ലീക്കായ ഫോൺ കോൾ നമ്മളിവിടെ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇനി അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഷിഹാബ് ചോറ്റൂർ എന്ന വ്യക്തി ആരാണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെ നമുക്ക് ആ ഒരു ഫോൺ കോളിൽ തന്നെ വ്യക്തമായി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ആ ഫോൺ കോളിൽ ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ എന്നോട് അങ്ങനെ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ 2013 ഇവരൊക്കെ യൂട്യൂബും ഇതും തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ഓരോ എന്തെങ്കിലും പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നിങ്ങനെ കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റണ്ടേ ഈ തള്ളാന്ന് വിചാരിക്കേ എന്തെങ്കിലും പോവാ നമ്മള് കള പറയാണ് വിചാരിച്ചേ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഷിഹാബ് ചോറ്റൂർ മുത്തേ, എന്താണ് വിശേഷം? അൽഹംദുലില്ലാ. എവിടെ എത്തി? ഞങ്ങളെ കണ്ണൂർ കഴിഞ്ഞിരിക്കുന്നു. പയ്യന്നൂർ അല്ലേ? എന്താണ് പോകുന്ന യാത്രയിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ? അൽഹംദുലില്ലാ. ഒരു പരപ്പനങ്ങാടി ഫസ്റ്റത്തെ ദിവസമായി മസിലിനൊരു കാലിനല്ലേ? ഓ, അന്ന് ആ സുബൈ നിസ്കാരം കഴിഞ്ഞ മുതൽ പിന്നെ ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാ. എന്താ എങ്ങനെ മാഷാ അല്ലാഹ്, 10,000 പ്രാർത്ഥന ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. അതന്നെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സമയം എനിക്ക് കിട്ടില്ല. സത്യം. അത്രയും വിലപ്പെട്ടെ ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന ഉള്ള, ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടരുത്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിട്ട് തന്നെ ആവണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന. അതെ അതെ. എന്നിട്ട് പിന്നെ പോകുന്ന വഴിയില് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡൊന്നും അല്ല, ആൾക്കാർ ഫുഡൊക്കെ ഞാൻ വേണ്ടെന്ന് പറയാം. അതായത് എവിടെയും പറയാൻ വയ്യ, ഉണ്ടാക്കിയിട്ട് നമ്മള് കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഓൽക്കത് വിഷമം. ഞാൻ എന്താ ചെയ്യാൻ അറിയാം, എത്രയ്ക്ക് എനിക്ക് രാവിലെ ഇപ്പൊ ഞാൻ ചായ കുടിക്കാനും എട്ടരക്കാണ് എനിക്ക് കഴിക്കേണ്ടത്. എട്ടരയായപ്പോ എനിക്ക് വിശപ്പുണ്ടെന്ന് തോന്നിയപ്പോ ഞാനൊരു 8:15 എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ 8:00 ഇൻഷാ അല്ലാഹ് ഞാൻ എത്രനോട്ടും ചായ കുടിക്കുന്നു പറഞ്ഞു. അടുത്തെന്ത് സംഭവം എന്ന് വെച്ചാലേ, ഈ ഡ്രസ്സ് എങ്ങനെ അലക്കുന്നുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഡ്രസ്സ് പള്ളിക്കുന്ന അലക്കി? അത് ഇതിന്റെ ഒക്കെ അതായത് ഈ ഡ്രസ്സുകളൊക്കെ ചെറിയ കനുള്ള ഡ്രസ്സാണ്. അതെ, മറ്റേ എന്താ പറയാ ടീഷർട്ടുകളൊന്നും ബാത്റൂമിൽ നിന്നൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാല്. പിന്നെ അതേമാതിരി എന്റെ ടീഷർട്ട് ഒരു ടീഷർട്ട് 20 ദിവസം ഇടാൻ പറ്റും. ഡെക്കാത്തലോൺ എടുത്ത് അത് വേർപ്പ് നിൽക്കുന്നില്ല, സ്മെല്ല് വരില്ല, ബാക്ടീരിയ ഉണ്ടാവില്ല. ഇതിനനുസരിച്ച് എടുത്താവൂലേ? അന്ന് ഡെക്കാത്തലോൺ പോയിട്ട് ഞാനും കാരണം ഒരുപാട് നോക്കി അങ്ങനെ എടുത്തത്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വിവാദങ്ങൾ ഉദിച്ചു വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ? നോക്കാൻ തന്നെ പോകലില്ല എനിക്ക് എന്റെ ലക്ഷ്യത്തുകൾ. ചിലർ പറയുന്നുണ്ട് ഞാൻ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മറ്റേ പിന്നില്ലേ വ്ളോഗ് ചെയ്യില്ലടാ അവന് അതേമാതിരിക്കൊക്കെ പോവാന്നൊക്കെ മനസ്സിലായി. അതെ അതെ. അല്ല, അത് ഞാൻ പറഞ്ഞു, എന്താ പറയാ, ഒരു അവന്റെ നാട്ടിൽ അല്ലെങ്കിൽ ഷിഹാബിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. ഫേമസ് ആകാൻ വേണ്ടി പോകാൻ അതല്ല, അതും ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷിഹാബ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരിക്കലും ഫേമസ് ആണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ഞാൻ പറഞ്ഞു. കാരണം വേറെ ആരെങ്കിലും അപ്പൊ എന്റെ പെണ്ണുങ്ങൾ എന്നോട് അങ്ങനെ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ 2013 ഇവരൊക്കെ യൂട്യൂബും ഇതും തുടങ്ങുന്നതിന്റെ മുന്നേ ഞാൻ ഓരോ ഇസ്ലാമിക് വീഡിയോ ആയിട്ട് വീഡിയോ ഇടുന്ന ആളാണ്. 2011 മുതൽ വീഡിയോ ഇടുന്ന ആളാണ്. അന്ന് മുതൽ എന്റെ ചാനലും ഉണ്ട്. പിന്നെയാണ് ഈ യൂട്യൂബും കൊറോണ ഒക്കെ വന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. അന്ന് ഞാൻ ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ഇതാണ് ഞാനിത്. അപ്പൊ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് മക്കത്തേക്ക് പോകണമെന്ന് ഞാൻ പോരാട്ടം. അല്ല, കാശ്മീർക്കൊക്കെ പോയാൽ പോരെ? മഞ്ഞുമലൊക്കെ കാണാൻ പോയാൽ എത്രങ്ങാനും ആളുകൾക്ക് ഇഷ്ടമാണത്. നടന്നിട്ടില്ലേ? നടന്നിട്ടോ വണ്ടി പോയാലും ഫേമസ് ആവും. പിന്നെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ആൾക്കാര്. ഈ സംഭവം എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ കേട്ടില്ല എല്ലാവരും. പെട്ടെന്ന് കേട്ട പോൽക്കൊക്കെ ഭയങ്കര ഒരു പിന്നെ ഇത് ഞാൻ നമ്മൾ എന്റെ പെരക്കാര്, എന്റെ കൂട്ടുകാര്, നാട്ടിലുള്ള ആളുകള്, എന്റെ ഉസ്താദുമാര് ഇതൊക്കെ ഇത് ഒന്നുമല്ല. അതായത് ഞാൻ എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ പഴയ കുട്ടീന്റെ മരണമൊക്കെ ഉണ്ടായില്ല, അന്ന് തന്നെ ഇതിന് നാണ്ടി ഇങ്ങനെ നടക്കല്ലേ. ഇങ്ങനെ നടക്കും, ഒന്നും ശരിയായോന്ന് ചോദിച്ചു, ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പോകുമെന്നൊക്കെ ചോദിച്ചു. ഇന്നിങ്ങനെ കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റണ്ടേ ഈ തള്ളാന്ന് വിചാരിക്കേ. എന്തെങ്കിലും പോവാ നമ്മള് കള പറയാണ് വിചാരിച്ചേ. ഇന്നിപ്പോ എനിക്കൊരു വയത് കിട്ടുന്ന ഒരാള് തലപ്പിയോ ഒരാള് മറ്റുള്ളവരെ നമ്മൾ ഇതാക്കാൻ നമ്മളെന്താ, ഞാൻ പറയാം ഔയപ്പാപ്പാവാൻ പോവല്ല നമ്മളിങ്ങനെ. എനിക്ക് ആകെയുള്ളൊരു പേടി എന്താ വെച്ചാൽ ആളുകൾ ഇതൊരു ഇതായിട്ട് എടുക്കുമെന്നുള്ളൊരു പേടി. പാവപ്പെട്ട ആളുകളുണ്ടല്ലോ ഒരുപാട്, ഇങ്ങനത്തെ അവര് വിചാരിക്കും ഇങ്ങനെ തന്നെ ചെയ്താലേ എങ്ങനെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കും. അതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ കുഞ്ഞിട്ടുള്ളപ്പോ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പം പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആൾക്കാരാകെ ശരി ഒരുപാട് ചെക്കന്മാര് ഞങ്ങൾക്കും പോണെന്നൊക്കെ പറയുന്ന വീഡിയോ ഉണ്ടോ? അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഒരു സ്വപ്നം, എന്റെ ഒരു ആഗ്രഹമാണ്. ഇത് മറ്റുള്ളവന് ചെയ്യേണ്ട നിർബന്ധമാക്കപ്പെട്ട കാര്യമൊന്നുമല്ല.
ഇനി അങ്ങനെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പോണതുകൊണ്ട് ഇതിലൊരു തെറ്റില്ല. ഈ വിമർശനം ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ല, വിമർശിക്കണവര് അത് ഓല മാത്രം പ്രശ്നമാണ്. അത് ഓല അങ്ങനെ ഓരോ പെർസോണേറ്റ് ആയിക്കോളും. നമ്മളെ മുന്നിൽ നല്ല സമയമാണ് ഇപ്പൊ. ഓരോ കാൽച്ചുവടിനും ഓരോ നിമിഷം ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ആ ദിക്റും സലാത്തും അതിന് കിട്ടൂല. കുറെ പാവങ്ങൾ ചെയ്ത് നടന്നില്ല, ഓണം കളിച്ച് നടന്നില്ല. ഇനിയിപ്പൊ അതൊക്കെ കഴുകി കളയാനൊരു അവസരം കിട്ടിയിട്ട് കളയാതെ ഇരിക്കണ്ടല്ലോ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യമല്ല നമുക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ. എന്നിട്ട് പറഞ്ഞോ, ഇപ്പൊ 10 മണി മഴയൊക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാവോ? 9:54 മഴയൊക്കെ ആവുമ്പോ ഇല്ല, മഴത്താ സുഖം. മഴത്ത് നല്ല സുഖം. കൊട പിടിച്ചിട്ടേ ആളുകൾ ഓടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ ഉണ്ടാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. പക്ഷെ സ്നേഹം കൊണ്ടാണ് അത്. ഞാൻ ആരും വെറുപ്പിക്കാതെ ആരും സങ്കടപ്പെടുത്താതെ വീഡിയോയില് കണ്ടു എല്ലാരും പരമാവധി കെയർ ചെയ്തോണ്ട്. അല്ല, നമ്മള് ബോർഡർ കൈയോളം ഇതൊക്കെ ഉണ്ടാവുള്ളൂടാ. നമുക്ക് നമ്മളതായ രീതിയിൽ കേരളം കഴിഞ്ഞാൽ പിന്നെ റാഹത്തായിങ്ങാണ്ട് കേരളം ആളുണ്ടാവില്ല. ഇന്നലെ ഒമാനി വന്നിരുന്നു. ഇന്നലെ ഒമാനി അറബി വന്നു. ഭക്ഷണം കഴിക്കാൻ നിന്ന സ്ഥലത്ത് പാപ്പനശ്ശേരിന്ന് അടുത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു ഒമാനി കാണണം എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ലല്ലോ. ഞാൻ അതേമാതിരി എന്തെങ്കിലുമൊക്കെയാണ് വിചാരിച്ച് ഒന്നും ഉണ്ടാതെ അങ്ങനെ പോയി. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കും. 3:30 ഇറങ്ങണ്ട. ആ സമയത്തുണ്ട് പറയുന്നത്. പിന്നെ ഒമാനി വന്നിരിക്കണ ഉറക്കത്തിന് എന്നോട് ദുആ ചെയ്യണം, ഇത് ഭാഗ്യം ചെയ്തോന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച മാതിരി തന്നെ ഉപയോഗം. എനിക്ക് അങ്ങനത്തെ ഒരു അവസരം എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കിട്ടൂല. അങ്ങനൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ദുആ ചെയ്യണം. എന്റെ ഉമ്മാനോടൊക്കെ ഞാൻ ദുആ ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണാൻ പറ്റിയത് ഭയങ്കര. ഞാൻ അങ്ങനൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഇതല്ല. ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിൾ. ശരിക്കും പറയുകയാണെങ്കിൽ 54 ദിവസം കൊണ്ട് മക്കത്ത് എത്തും നമ്മള്. 54 ദിവസം മതി. ഞാൻ ആദ്യം നോക്കിയ മാപ്പിലേ പിന്നെ കുടിച്ചൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെയാണ് നടന്നാലേ എന്തായാലും അൽഹംദുലില്ലാഹ്. അല്ല, അറിയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ടല്ലോ. വേറെ ഒന്നുമല്ല, ഹെൽപ്പ് ഇഷ്ടം പോലെ അല്ലേ. എവിടെ ചെന്നാലും എന്തെങ്കിലും എന്താ പറയാ, ഫുഡിനാണെങ്കിലും അതിനൊന്നും ഒരു ഇല്ലല്ലോ. ഫോണിക്ക് നല്ല കോളുകൾ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങാനായി. അത് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികല്ലേ. എന്നാലേ നീ കൂടുതൽ ഞാൻ ഓരോന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കണില്ല. അപ്പൊ എന്താ പറയാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും പ്രാർത്ഥന ഉണ്ട്, അറിയാം. ഇപ്പൊ എന്താ പറയാ, പാട്ടും പോട്ടൊക്കെ എന്നാണ്ട് കഴിയും. അതെ, സത്യം. കഴിഞ്ഞാലേ ചോർന്നാൽ അതുണ്ടാവണം. അതെ, ആരോഗ്യത്തിനാണ് ചോർച്ച. ആരോഗ്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഭാഗ്യം. ഒരുപാട് പേരുടെ സലാമും റസൂലിനോടുള്ള സലവാത്തും സലാമും പ്രാർത്ഥനയ്ക്കൊക്കെ പോണത് അതൊക്കെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കൽ എന്റെ ഒരു കടമ. എന്റെ ഒരു സലാമും പ്രത്യേകിച്ച് പറയണം കേട്ടോ. അറിയണില്ലല്ലോ. ഓക്കെ. എന്നാലേ യാ റസൂലല്ലാഹ്. അല്ല, ആയിക്കോട്ടെ, അവിടെ എത്തിയിട്ടേ. പിന്നെ എന്നാലും ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇറങ്ങാനായില്ലേ? സലാം പറഞ്ഞിട്ടില്ലല്ലോ. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഓക്കെ. എന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എന്നാ ശരി. വലൈക്കും അസ്സലാം.